നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെയാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുന്നത്. അത്തരം റിപ്പോർട്ടുകൾ എന്തായാലും വാർത്തയായി മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനങ്ങൾ പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ അത് അച്ചട്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നത്തെ ഏതായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ ജില്ലയിൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചില മേഖലകളിൽ മഴയുടെ സാധ്യതയുണ്ട് എന്നും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്നാൽ ചൂട് അധികമായിരിക്കുന്ന സാഹചര്യത്തിലും വേനൽ മഴ എത്തുമെന്ന പ്രവചനം ആശ്വാസമാവുകയാണ്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലയിലാണ് ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. നാളെ തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലയിലും, ഇന്ന് തിരുവനന്തപുരത്തടക്കമുള്ള ചില ജില്ലകളിലും റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എന്നാൽ ജില്ലകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. 17 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി, വയനാട് ജില്ലകളിലും മഴ പെയ്യാൻ സാധ്യത ഏറെയാണ്. 18 തീയതി വ്യാഴാഴ്ച സംസ്ഥാനത്തുടനീളം മഴ പെയ്യാനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഇടിമിന്നൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വേഗതയിലും ചില സമയത്ത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതേസമയം കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ ലഭിച്ചത് കനത്ത ചൂടിൽ നിന്നും ആശ്വാസമേകുന്നതായിരുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. നിലവിൽ ഏതായാലും മഴ ശക്തമാകുന്ന സാഹചര്യം ഒരിടത്തും തന്നെ ഇല്ല. പക്ഷെ മഴയുടെ മുന്നറിയിപ്പുകളുണ്ട്. വേനൽ മഴയുടെ മുന്നറിയിപ്പുകൾ ഉണ്ട്. രാത്രികളിൽ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിൽ ചൂട് ഇപ്പോഴും ശക്തമായി തന്നെ ഉയരുകയാണ്. രാവിലെ ആകുമ്പോഴും മഴയുടെ സാന്നിധ്യം ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. കൊല്ലം ജില്ലയിൽ അടക്കമുള്ള ഇടങ്ങളിൽ മഴയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും കണ്ടറിയാം എന്തായിരിക്കാം സംഭവങ്ങൾ നടക്കുക എന്നല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം വരും മണിക്കൂറിൽ അലേർട്ടുകളിൽ മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടറിയാം.